ഞാൻ ഈ ചോപ്പറിൻ്റെ അകത്തിട്ടിടാണേ. കിട്ടുമ്പം കുറച്ചും കൂടെ കുഞ്ഞായിട്ട് കിട്ടും. കുഞ്ഞിന് സമയം ലാഭം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, എരിക്ക് ആവശ്യമുള്ളത്, സവാള ഒരെണ്ണം അരിഞ്ഞത്, കരിയാപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. ഉള്ളി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഷ്റൂം. ഇത് ഞാനിത് തീ കൂട്ടി വെച്ചാൽ എടുക്കുന്നില്ലെങ്കിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ അടുത്തേക്ക് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന പയർ. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ വേവിച്ച പയറും മഷ്റൂം കൂടെ കഴിച്ചിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അടിപൊളിയായത്, സൂപ്പറാണ്. ഇത് പയർ വെന്തതല്ലേ, മഷ്റൂം ഒരു 2 മിനിറ്റ് അടുക്ക് ആവിയിൽ വെന്തോളും. അപ്പോൾ അത് കാരണം പിന്നെ അടച്ചൊന്നും വെക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ എടുത്താൽ മതി. 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ ഈ തോരൻ ഉണ്ടാക്കാൻ. തോരൻ റെഡിയായി കഴിഞ്ഞു. വെള്ളം പറ്റാൻ വേണ്ടി ഞാൻ തീ കൂട്ടിയിട്ടേക്കുക. മഷ്റൂമും ചെറുപയറും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചത് റെഡിയായി. ട്രൈ നോക്കിക്കോ.